അഴുത ബ്ലോക്ക് പഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. 2026-27 ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സാരിയിൽ ഏത് സ്ത്രീയാണ് സുന്ദരിയാകാത്തത്? സ്ത്രീ സൗന്ദര്യത്തിന് ഒന്നുകൂടി മാറ്റുകൂട്ടാനായി സീമ സിൽക്സ് അവതരിപ്പിക്കുന്നു സങ്കല്പ സാരി കളക്ഷൻസ്. ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിക്ക് അന്തിമരൂപം നൽകുന്നതിനായി ലഭ്യമായ വിഭവങ്ങൾ കണക്കിലെടുത്ത് വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, പൊതുജനങ്ങൾ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് അഴുത ബ്ലോക്ക് പഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചത്. വിവിധ ഗ്രാമസഭകളിൽ നിന്നും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ നിന്നും ഉൾപ്പെടെ ഉരുത്തിരിഞ്ഞു വന്ന വിഷയങ്ങൾ ക്രോഡീകരിച്ച് കാർഷികം, ആരോഗ്യം, ദാരിദ്ര്യ ലഘൂകരണം, സാമൂഹിക നീതി തുടങ്ങിയ മേഖലകൾക്ക് മുൻഗണന നൽകുന്ന കരട് പദ്ധതി രേഖ വികസന സെമിനാറിൽ അവതരിപ്പിച്ചു. തുടർന്ന് ഇതിൽ ചർച്ച നടന്നു. ഇതിനുശേഷമാണ് അന്തിമ രൂപരേഖ തയ്യാറാക്കുന്നത്. അഴുത ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന 6 ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ ഉൾപ്പെടെ വികസന സെമിനാറിൽ പങ്കെടുത്തു. സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സന്തോഷ് പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നിർദ്ദേശിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സമയക്കുറവ് മൂലം ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിക്സൺ ജോർജ് കരട് പദ്ധതിയുടെ അവതരണം നടത്തി. അതിൽ തന്നെ പട്ടികജാതി ഉപപദ്ധതിക്കായിട്ട് നമ്മൾ 4,1,63,000 രൂപയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പട്ടികവർഗ ഉപപദ്ധതിക്ക് നമ്മൾ കണക്കാക്കുന്നത് 28,95,000 രൂപയാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ധനകർഷക കമ്മീഷന്റെ ഗ്രാൻഡ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2,54,62,826 രൂപയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അൺടൈഡ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 1,23,25,096 രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആ ഒരു സെക്ടറിൽ നമ്മൾ ആകെ പ്രതീക്ഷിക്കുന്നത് 14,40,70,922 രൂപയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മെയിൻ്റനൻസ് ഫണ്ടിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 1,67,98 രൂപയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ധനത് ഫണ്ടില് നമ്മൾ ജനറൽ പർപ്പസ് ഫണ്ട് ഉൾപ്പെടെ നമ്മൾ പ്രതീക്ഷിച്ച 97,80,000 രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര ആവിഷ്കൃത പദ്ധതി നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2,40,00,000 രൂപയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ ഈ പ്രാവശ്യം 200 വീടുകളാണ് നമ്മൾ അതിലേക്ക് നമ്മുടെ ഒരു ഉദ്ദേശം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് വന്നിട്ട് 1,40,00,000 രൂപയാണ്. അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോൺ പി തോമസ് അധ്യക്ഷനായിരുന്നു. ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. വികസന സെമിനാറിൽ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലുള്ള നിരവധി പേർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് പീരുമേട്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സാരിയിൽ ഏത് സ്ത്രീയാണ് സുന്ദരിയാകാത്തത്? സ്ത്രീ സൗന്ദര്യത്തിന് ഒന്നുകൂടി മാറ്റുകൂട്ടാനായി സീമ സിൽക്സ് അവതരിപ്പിക്കുന്നു സങ്കല്പ സാരി കളക്ഷൻസ്. പട്ടുസാരിയുടെ വിവിധ ശ്രേണിയിലുള്ള വൻ ശേഖരവുമായി സങ്കല്പ സാരി കളക്ഷൻസ് മാർച്ച് 1 സീമ സിൽക്സ് കട്ടപ്പനയിൽ ലോഞ്ച് ചെയ്യുന്നു. സീമ സിൽക്സ് ലക്സ് ലൗഞ്ച് കസ്റ്റമൈസേഷൻ യൂണിറ്റും ഇതോടൊപ്പം ഇനോഗ്രേറ്റ് ചെയ്യപ്പെടുന്നു. സങ്കല്പ സാരിയിൽ ഞാനും എത്തുന്നുണ്ട്, നിങ്ങളും ഉണ്ടാവില്ലേ?